കടലിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ഫ്ലോട്ടിംഗ് പോലുള്ള സംഗതികൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കാസർഗോഡ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇതൊരു പിന്നോക്ക ജില്ലയാണ് എന്നുള്ള ഒരു തോന്നലുണ്ട്. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ റവന്യൂ ജനറേറ്റർ ആയിട്ടുള്ള ഒരു ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. ROVER വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ഒത്തിരി വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ഉത്സവം കാസർഗോഡ് വരാൻ പോവാണ്. ഡിസംബർ 24 മുതൽ ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ്. ഇതിന്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നേരെ വീഡിയോയിലേക്ക്. ബേക്കൽ റിസോർട്ട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MD ഷിജിൻ സാർ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സാർ, ഇവിടെ ഒരു പ്രോഗ്രാം, വലിയ ഒരു പ്രോഗ്രാമാണ് കാസർഗോഡിലേക്ക് വരാൻ പോകുന്നത് 24 മുതൽ അല്ലേ? ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഈ ഡിസംബർ മാസം 24 കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഉത്തര മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദമേളയാണ്. ഇത് കേവലം വിനോദമല്ല, വിനോദവും വിജ്ഞാനവും വിപണനവും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഇവൻ്റാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. കാസർഗോഡ് ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു വലിയ ജനസഞ്ചയം, ഒരു ടൂറിസം മേള ഇതിൻ്റെ ഭാഗമായി ഒരുങ്ങാൻ വേണ്ടി പോവുകയാണ്. കാസർഗോഡിന് ഇത് ഒരു പുതിയ അനുഭവമായിരിക്കും എന്നുള്ള കാര്യം തീർച്ച. അതിൻ്റെ ഭാഗമായിട്ട് അഭൂതപൂർവമായ വർധനവാണ്, അല്ലെങ്കിൽ ടിക്കറ്റ് വിതരണത്തിനകത്ത് അഭൂതപൂർവമായ മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസങ്ങളിലത്തെ നമ്മുടെ അനുഭവം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. കാസർഗോഡ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇതൊരു പിന്നോക്ക ജില്ലയാണ് എന്നുള്ള ഒരു തോന്നലുണ്ട്. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ റവന്യൂ ജനറേറ്റർ ആയിട്ടുള്ള ഒരു ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. കോഴിക്കോട് ബീച്ചിനേക്കാളും മികച്ചു നിൽക്കുന്ന, മുന്നിൽ നിൽക്കുന്ന, റവന്യൂവിൻ്റെ കാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബീച്ചാണ് ബേക്കൽ ബീച്ച് പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബേക്കൽ ബീച്ച് പാർക്കിലാണ് ഈ ഉത്സവം നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ചരിത്ര സംഭവമാണ്. എല്ലാ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക നിക്ഷേപകർക്കും അവരുടെ ഏറ്റവും മികച്ച ഒരു വേദിയായി, വിപണനത്തിനുള്ള വേദിയായി ഈ സ്ഥലത്തിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ സംഘാടകരായ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബേക്കൽ എന്ന് പറയുന്ന ടൂറിസം, ഇന്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷൻ നമുക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രാൻഡായിട്ടുള്ള, ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡായിട്ടുള്ള താജിൻ്റെ 2ാമത്തെ യൂണിറ്റ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ലാൻഡ് എത്രമാത്രം ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആണ് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് താജിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് ഇവിടെ 2023 140 റൂമുകളുമായിട്ട് ഇവിടെ കടന്നു വരുന്നത്. അപ്പോൾ ഈ പ്രദേശം കേരളത്തിലെ ടൂറിസത്തിൻ്റെ ഏറ്റവും ഐക്കണിക് ആയിട്ടുള്ള ഒരു ലാൻഡായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് നിങ്ങളേവരെയും സംഘാടക സമിതിക്ക് വേണ്ടിയിട്ട്, ഈ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ സംഘാടക സമിതിക്ക് വേണ്ടിയിട്ട് സഹർഷം ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസ് ആണ്. ഇപ്പം എൻ്റെ മുന്നിലുള്ളത് നൗഷാദ് ഭായിയുടെ ഒത്തിരി പേർക്ക് പരിചയമുള്ളൊരു മുഖം തന്നെയാണ്. നൗഷാദ് ഭായിയുടെ ഒത്തിരി വീഡിയോസിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ നൗഷാദ് ഭായി വന്ന് പറയുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ എക്സ്പോ ഒക്കെ ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസം 4 ദിവസം ഒക്കെ ആയിരിക്കും. ഇവിടെ നടക്കാൻ പോകുന്നത് വലിയ ഒരു പ്രോഗ്രാമാണ് അല്ലേ നൗഷാദ് ഭായി? ദിവസങ്ങളോളം നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു ഫെസ്റ്റിവലാണ് നടക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്? ഫിറോസ് ഭായി, ഞാൻ വളരെയധികം സന്തോഷം നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ബേക്കലിലാണ്. ബേക്കൽ കോട്ട വളരെ പ്രശസ്തമായ കോട്ടയാണ് ബേക്കൽ കോട്ട. അതിനോട് ചേർന്ന് വലിയൊരു ബീച്ചും കൂടിയുണ്ട്. അതിമനോഹരമായ ഒരു ബീച്ചാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ വളരെ വൈകിട്ടാണ് ഈ ഒരു ബീച്ചിനെ കുറിച്ചിട്ടും ഈ ഒരു കോട്ടനെ കുറിച്ച് അറിയപ്പെട്ടത്. എന്തായാലും ഇവിടെ ഒരു വലിയൊരു ഫെസ്റ്റ് വരികയാണ്. ഡിസംബർ 24 ബേക്കൽ ഫെസ്റ്റ് വരികയാണ്. BRDC ചെയർമാൻ ഷിജിൻ സാർ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷനും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇതിനൊപ്പം തന്നെ ബിസിനസ് സ്റ്റാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ഭാഗത്തൊക്കെ ഒരുപാട് കമ്പനികൾക്ക് അവരുടെ പ്രൊഡക്റ്റിന് നല്ല രീതിയിൽ പരിചയപ്പെടുത്താനും ബ്രാൻഡ് ചെയ്യാനും അതുപോലെ വിൽപ്പന നടത്താനുള്ള സാഹചര്യം നോക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ അതുമാത്രം എക്സ്പോകളോ ബിസിനസ് പ്രോഗ്രാംസോ നടക്കാറില്ല. സാധാരണ കാസർഗോഡ് ജില്ലയിൽ വളരെ കുറവാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ പങ്കിടുന്ന ഒരു ബിസിനസ് എക്സ്പോ കൂടിയാണ് നടക്കാൻ പോകുന്നത്. കാരണം ഗവൺമെന്റ് ഓൾറെഡി 5 ലക്ഷത്തോളം വരുന്ന ടിക്കറ്റുകൾ കുടുംബശ്രീ യൂണിറ്റ് വഴി ഇത് കൊടുത്തു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് കുടുംബശ്രീ യൂണിറ്റ് വഴി ഓരോ പഞ്ചായത്തിനും ഓരോ വീടുകൾ എത്തിച്ചിട്ടുണ്ട്. 2 ലക്ഷം പേര് മിനിമം സ്റ്റാൾ വിസിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാളിനെ വിൽപ്പന നടന്നത്. AC സ്റ്റാൾ ഉണ്ട്, നോൺ AC സ്റ്റാൾ ഉണ്ട്, ഗവൺമെന്റ് സ്റ്റാൾ വരുന്നുണ്ട്, വ്യവസായത്തിന്റെയും ടൂറിസത്തിന്റെയും കുടുംബശ്രീയുടെ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ കൊമേഴ്സ് സ്റ്റാളുകൾ, വാഹനങ്ങളുടെ വരുന്നുണ്ട്, ഫർണിച്ചറിന്റെ വരുന്നുണ്ട്, അതുപോലെ ബിൽഡേഴ്സ്, FMCG ഏതൊരു കമ്പനികൾക്കും അവരുടെ പ്രൊഡക്റ്റിനെ നല്ല രീതിയിൽ പരിചയപ്പെടുത്താനും ബ്രാൻഡ് ചെയ്യാനും വിൽപ്പന നടത്താനും കൺസ്യൂമർ സ്റ്റാളുകളായിട്ട് ഇവിടെ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ സ്റ്റാളുകൾക്ക് ഇവിടെ എൻട്രി ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടാതെ തന്നെ ഫുഡ് കോർട്ടുകൾ, വളരെ വിശാലമായ ഫുഡ് കോർട്ടുകൾ ബീച്ചിനോട് ചേർന്നിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ട്. 14 പേർക്ക് ഇരിക്കാൻ വരുന്ന സ്റ്റേജ് വെന്യൂവിന് വരുന്നുണ്ട്.
2 സ്റ്റേജ് തന്നെ വരുന്നുണ്ട്. പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അല്ലേ? എല്ലാ ദിവസവും എന്റർടൈൻമെന്റ് ഇവന്റ്സുകൾ ഉണ്ട്. സിത്താരത്തോട് സ്റ്റീഫൻസിന്റെ വരെയുള്ള എല്ലാ ആളുകളുടെയും കലാപരിപാടികൾ ഇവിടെ അതിന്റെ ചാർട്ട് ഞാൻ സെപ്പറേറ്റ് വലിയ പ്രോഗ്രാംസ് ഇവിടെ എല്ലാ നൈറ്റും നടക്കുന്നു. എല്ലാ നൈറ്റും പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ടൈം എങ്ങനെയാ വരുന്നത്? രാവിലെ 11 ടു രാത്രി 9 മണി 10 മണി വരെയാണ് സ്റ്റാർട്ട് ടൈം ഉണ്ടായിരിക്കുക. പക്ഷേ ഏകദേശം 11-12 മണി വരെ തന്നെ ഇതിന്റെ ഇവന്റ് ടൈം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം 3 അമ്യൂസ്മെന്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് അക്വാ ഷോ, ബേർഡ് ഷോ, അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന റോബോട്ടിക് ഷോ പോലുള്ള സംഗതികൾ, റോബോട്ടിക് വ്യത്യസ്തമായിട്ട് റോബോട്ടിക് ഷോ ഉണ്ടായിരിക്കുക. അതിനൊപ്പം തന്നെ ഫ്ലോട്ടിംഗ് പോലുള്ള കടലിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലോട്ടിംഗ് പോലുള്ള സംഗതികൾ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ബ്രിഡ്ജ് ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ഒരു സമയത്ത് ഇവിടെ നമ്മളെ കോഴിക്കോട് ചെയ്ത സമയത്ത് വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരി പേര് കാസർഗോഡ് തന്നെ വിളിച്ച് പറഞ്ഞത് നമുക്കിത് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാലോ എന്നുള്ളത്. പക്ഷെ കാസർഗോഡുകാർക്ക് ഈ ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കുകയാണ് ഇവിടെ. അത് കൂടാതെ തന്നെ ഇതിന് മുകളിലേക്ക് പറക്കാൻ ഹെലികോപ്റ്റർ റൈഡ് പോലും ഇതിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പറക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറക്കാനുള്ള ഹെലികോപ്റ്റർ നിങ്ങൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. കോട്ട മൊത്തം കവർ ചെയ്ത് കാണാനും ഈ പറഞ്ഞ ബീച്ചിന്റെ ആസ്വദിക്കാനുള്ള അവസരം, പിന്നെ അവരുടെ നൊസ്റ്റാളജി, ഒരു ആഗ്രഹമാണല്ലോ ഒരു റൈഡ് നടത്താൻ എന്നുള്ളത്. അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഒട്ടനവധി പ്രോഗ്രാംസിൽ സാൻഡാർട്ട് പോലുള്ള കുറെ സംഗതികൾ ഇവിടെ ഞങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ നമുക്ക് വരുന്നതിന് ഓൾറെഡി 5 ലക്ഷത്തോളം ടിക്കറ്റാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒത്തിരി ടിക്കറ്റുകൾ ഈ പറഞ്ഞ പോലെ കുടുംബശ്രീ വഴി നിങ്ങൾ വിറ്റഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെ വരുന്നവർക്കുള്ള ടിക്കറ്റ് ഇവിടെ ഉണ്ടാവുമോ? അതിന്റെ ചാർജസ് ഒക്കെ എങ്ങനെ വരുന്നത്? തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർക്കും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഫാമിലീസിനാണെങ്കിലും അവരുടെ വ്യക്തികൾക്കാണ് വന്ന് എടുക്കാവുന്നതാണ്. 50 രൂപയാണ് അതിന്റെ ടിക്കറ്റ് ചാർജ് ഉണ്ടായിരിക്കുള്ളൂ. 50 റുപ്പീസ് ആണ് തീർച്ചയായിട്ടും പെർ ഹെഡ് ഉണ്ടായിരിക്കുള്ളൂ. കുട്ടികൾക്ക് എന്തായാലും അതിന്റെ ഒരു കൺസെഷൻ എന്തായാലും അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അതിന്റെ കൂടെ ഇല്ല, അവർക്ക് എന്റർടൈൻമെന്റ് ചെയ്യാനും എൻജോയ് ചെയ്യാനുള്ള അവസരമുണ്ട്. എല്ലാവരും മാക്സിമം ഇതിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ കാസർഗോഡിന്റെ വികസനത്തിനും ബിസിനസ് ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടും അതുപോലെ കേരളത്തിന്റെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ പോരാൻ നടത്തുന്നത് ഗവൺമെന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഈ ടൂറിസം കലണ്ടറിൽ ആഡ് ചെയ്ത ഒരു പ്രൊജക്ട് കൂടിയാണ് ഈ ഒരു ബേക്കൽ ഫെസ്റ്റ് എന്നുള്ളത്. എല്ലാവരും സഹകരണം സപ്പോർട്ടും പ്രതീക്ഷയും, പ്രത്യേകിച്ച് ബിസിനസ്സുകാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യുക. 5 ലക്ഷത്തോളം വരുന്ന ആളിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഡയറക്റ്റ് ആയിട്ട് എത്തിക്കാനും പരിചയപ്പെടുത്താനും ബ്രാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്ത ഇതുവരെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ബേക്കലിൻ്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ്.